ശ്രീ കാരശ്ശേരി, പുതിയ തലമുറയ്ക്ക് രാഷ്ട്രീയമില്ല, അവരുടെ ശ്രദ്ധ മറ്റു പല കാര്യങ്ങളിലുമാണ് എന്നൊക്കെ പറയുന്നവർക്കുള്ള മറുപടി കൂടിയാണോ ഇത്? പ്രധാനമന്ത്രിക്ക് പാതിരാത്രി ഒരു വീഡിയോ പുറത്തിറക്കേണ്ടി വന്നു ഇവരുടെ ആവശ്യങ്ങൾക്ക് പരിഹാരങ്ങൾ നിർദ്ദേശിക്കുന്ന തരത്തിൽ. വിനു, ഞാൻ നിങ്ങളുടെ ചോദ്യത്തിന് മറുപടി മുൻപേ ശ്രീ മേജർ രവിയോട് രണ്ട് കാര്യങ്ങൾ പറയട്ടെ. അദ്ദേഹം ഞാൻ വികാരം കൊണ്ടു എന്ന് ഒരു പരാതിയായിട്ടോ പരിഹാസമായിട്ടോ പറഞ്ഞു. ഞാൻ വികാരം കൊണ്ടു. ഇന്ത്യ മറ്റ് രാഷ്ട്രങ്ങളുടെ മുമ്പിൽ നാണം കെടുന്നതിനെപ്പറ്റി ഒരു ഇന്ത്യക്കാരൻ എന്നുള്ള നിലയ്ക്ക് എനിക്കൊരു വികാരമുണ്ട്. പിന്നെ ഞാൻ നീണ്ട 34 കൊല്ലം അധ്യാപകനായിരുന്നു. അപ്പോൾ വിദ്യാർത്ഥികളുടെ കാര്യം വരുമ്പോൾ എനിക്ക് സ്വാഭാവികമായിട്ടും വികാരം വരും. അത് ഒരു സഹജ പ്രകൃതിയാണ്. അതിനെപ്പറ്റി നാണിക്കാനൊന്നുമില്ല എന്നാണ് എൻ്റെ തീർപ്പ്. പിന്നെ അദ്ദേഹം പറഞ്ഞതായിട്ട് ഇപ്പം അദ്ദേഹം ആവർത്തിച്ചതായിട്ടും കണ്ടൊരു കാര്യം, ശ്രീ മോഹൻലാലിൻ്റെ മകള് വിസ്മയക്ക് രാഷ്ട്രീയം അറിഞ്ഞുകൂടാന്ന. രാഷ്ട്രീയം എന്ന് പറയുന്നത് എന്താ? അത് ഒരാളുടെ നീതിബോധമാണ് രാഷ്ട്രീയം, വേറെ ഒന്നിൻ്റെ പേരല്ല. നിങ്ങൾ ഏത് പാർട്ടിയിൽ അംഗമാണ്, അല്ലെ ഒരു പാർട്ടിയിൽ അംഗമാണോ, നിങ്ങൾ ഏത് കൊടി പിടിക്കുന്നു, ഏത് ചിഹ്നത്തിന് വോട്ട് ചെയ്യുന്നു, ഏത് നേതാവിന് സിന്ദാബാദ് വിളിക്കുന്നു, ഇതിനെ അല്ല രാഷ്ട്രീയം എന്ന് പറയാം. അത് പാർട്ടി കൂറാണ്, കക്ഷി രാഷ്ട്രീയമാണ്. നേരെ മറിച്ച് ഒരു പെൺകുട്ടിക്ക് തല്ലുകൊണ്ടപ്പോൾ അതിനെതിരായിട്ട് വിസ്മയ പ്രക്ഷുബ്ധയായി എന്ന് വന്നാൽ ആ പ്രക്ഷോഭത്തിനെയാണ്, ആ നീതിബോധത്തിനാണ് രാഷ്ട്രീയം എന്ന് പറയാം. അത് വേറൊരു സാധനമല്ല. സത്യത്തിന് വേണ്ടി, നീതിക്ക് വേണ്ടി, അന്യായത്തിനെതിരായിട്ട്, അക്രമത്തിനെതിരായിട്ട് നമ്മൾ നിലപാടെടുക്കുന്നു, അതിനുവേണ്ടി നമ്മൾ സംസാരിക്കുന്നു, അല്ലെങ്കിൽ ജാഥ വിളിക്കുന്നു, അല്ലെങ്കിൽ ജാഥ വിളിക്കുന്നതല്ല എഴുതുന്നു, അല്ലെങ്കിൽ അതിനുവേണ്ടി ജീവിക്കുന്നു. ഇതിനെയാണ് രാഷ്ട്രീയം എന്ന് പറയാം. അപ്പോൾ രാഷ്ട്രീയം അറിയാം വിസ്മയയ്ക്ക് എന്നുള്ളത് കൊണ്ടാണ് അവർ ഈ സമരത്തെ പിന്തുണയ്ക്കുന്നത്. പിന്നെ വിനുവിൻ്റെ ചോദ്യം എന്താണ്? വിനു ഒന്നുകൂടി ആവർത്തിക്കോ? ഞാൻ ഈ പുതിയ തലമുറയ്ക്ക് രാഷ്ട്രീയം അറിയില്ല എന്നൊക്കെ വിലപിച്ചിരുന്നവർക്കുള്ള ഒരു മറുപടി കൂടിയാണോ ദില്ലിയിലെ ഈ മുന്നേറ്റം? അതാണ് നമ്മൾ അല്ല, അതായത് രാഷ്ട്രീയം എന്ന് പറയുന്നത് ഇപ്പോൾ 2018 കേരളത്തിൽ വലിയ 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 മഹാപ്രളയം ഉണ്ടായി. ഈ സമയത്ത് നമ്മുടെ ചെറുപ്പക്കാർ കാണിച്ച സേവന മനസ്ഥിതി, അവർ കാണിച്ച സഹായ മനസ്ഥിതി, അവർ കാണിച്ച സാമൂഹ്യ പ്രതിബദ്ധത, അത് കണ്ടപ്പോഴാണ് നമ്മുടെ ചെറുപ്പക്കാർക്ക് ഈ അളവിൽ രാഷ്ട്രീയ ബോധമുണ്ട് എന്ന്, ഇപ്പം എൻ്റെ കാര്യം ഞാൻ പറയാം, എനിക്ക് ഉത്തമ ബോധ്യമായത്. അങ്ങനെ വേറെ ഒരാൾക്ക് വേണ്ടി വിഷമിക്കാൻ, വേറെ ഒരാളുടെ പ്രശ്നം അവനവൻ്റെ പ്രശ്നമാണെന്ന് എടുക്കാൻ സാധിക്കുന്ന ഈ ബോധത്തെയാണ്, ഈ തന്മയീഭാവത്തെയാണ്, ഈ എമ്പതിയെയാണ് രാഷ്ട്രീയം എന്ന് പറയാം. അപ്പോൾ ചെറുപ്പക്കാർക്ക് രാഷ്ട്രീയമുണ്ട്. കാരണം അവർ വെയിലുകൊണ്ടും തല്ലുകൊണ്ടും പോലീസിൻ്റെ അക്രമത്തിന് വിധേയരായും അവർ തെരുവിൽ കിടക്കുന്നു. ആർക്കു വേണ്ടി? അവരടക്കമുള്ള യുവാക്കളുടെയും വിദ്യാർത്ഥികളുടെയും ഭാവിക്ക് വേണ്ടി. എന്ന് പറഞ്ഞാൽ ഒരു ആലോചിച്ച് മനുഷ്യനോട് പറയാൻ കൊള്ളൂ, ഒരു പരീക്ഷ നടത്താൻ കൊള്ളാത്ത ഗവൺമെൻറ്റാണ് ഈ 145 കോടി ജനങ്ങളെ ഭരിക്കുന്നതെന്ന്. അപ്പോൾ ആ മന്ത്രി രാജിവെക്കണം എന്ന് പറയുന്നത് ന്യായമായ ഒരു കാര്യം മാത്രമല്ലേ? മുരളി മനോഹർ ജോഷിക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പോൾ ഈ കുട്ടിക്ക് രാഷ്ട്രീയം അറിയില്ല എന്ന് പറഞ്ഞ മേജർ രവി പറയോ മുരളി മനോഹർ ജോഷിക്ക് രാഷ്ട്രീയം അറിഞ്ഞുകൂടാ? അദ്ദേഹം ഒരു യൂണിവേഴ്സിറ്റിയിൽ പ്രൊഫസറായിരുന്ന ആളാണ്, അദ്ദേഹം അധ്യാപകനായിരുന്ന ആളാണ്. അപ്പോൾ അനവധി കാല അധ്യാപകനായിരുന്ന ആളാണ് മുരളി മനോഹർ ജോഷി. അപ്പോൾ ഞാൻ പറയുന്നത്, രാഷ്ട്രീയം എന്ന് പറയുന്നത് ഒരു കൊടിയുടെയോ ഒരു ചിഹ്നത്തിൻ്റെയോ ഒരു മുദ്രാവാക്യത്തിൻ്റെയോ ഒരു വികാരത്തിൻ്റെയോ പേരല്ല. അത് എവിടെയാണ് ആക്രമിക്കപ്പെടുന്നത്? നമ്മുടെ NV കൃഷ്ണവാര്യരുടെ പ്രസിദ്ധമായ കവിതയെ പറയല്ലോ, എങ്ങു മനുഷ്യന് ചങ്ങല കൈകളിൽ അങ്ങൻ കൈകൾ നൊന്തിയിടുകയാണ്, എങ്ങോ മർദ്ദനം അവിടെ പ്രഹരം വീഴുവത് എൻ്റെ പുറത്താകുന്നു. ആഫ്രിക്ക എന്നുള്ള പ്രസിദ്ധമായ കവിതയാണ്. അപ്പോൾ ഒരു പെൺകുട്ടിയുടെ മുഖത്ത് അടി കൊള്ളുമ്പോൾ അത് തൻ്റെ മുഖത്താണ് എന്ന് വിസ്മയക്ക് തോന്നുന്നുണ്ടെങ്കിൽ ആ തോന്നലിൻ്റെ പേരാ രാഷ്ട്രീയം, ആ തോന്നലിൻ്റെ പേരാ മനുഷ്യത്വം, ആ തോന്നലിൻ്റെ പേരാണ് ദേശീയത, അതാണ് ജനാധിപത്യം. അല്ലാതെ ഏതെങ്കിലും ഒരു പാർട്ടി ജയിച്ചു, അത് കോൺഗ്രസോ കമ്മ്യൂണിസ്റ്റോ BJPയോ ലീഗോ ആരോ ആയിരിക്കും, ആ ഗവൺമെൻറ്റിനെ താങ്ങി നിർത്താൻ വേണ്ടി വർത്തമാനം പറയുക, പിന്നെ ആ ഗവൺമെൻറ്റിനെ പിന്തുണയ്ക്കുന്ന പാർട്ടിക്ക് വേണ്ടി വർത്തമാനം പറയുക. അത് നീതി എന്താണ്, ന്യായം എന്താണ്, അക്രമം എന്താണ്, അന്യായം എന്താണ് എന്നാലോചിക്കാതെ അന്ധമായ പാർട്ടിക്കൂറ് കാണിക്കുക, അതിനെയാണ് രാഷ്ട്രീയം
എന്ന് പറയുന്നതാണ് നമ്മുടെ നാട്ടിലെ തെറ്റിദ്ധാരണ. ഇപ്പൊ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPM-ന്റെ പല അണികളും UDF-ന് വോട്ട് ചെയ്തു. അപ്പോൾ അതിപ്പോൾ വലതുപക്ഷത്തേക്ക് തിരിയാണ് കേരളം എന്നാണ് ഇപ്പോൾ CPM-ന്റെ പരിപാടി. കാരണം ഈ പാർട്ടിക്കൂറല്ല രാഷ്ട്രീയം എന്ന് അമ്പലപ്പുഴയിലും തളിപ്പറമ്പിലും പയ്യന്നൂരിലും മറ്റു പല മണ്ഡലങ്ങളിലും ഒക്കെ തെളിയിച്ചു. ആ തെളിഞ്ഞ സാധനത്തിനാണ് രാഷ്ട്രീയം എന്ന് പറയാം. അപ്പോൾ ഈ ചെറുപ്പക്കാർക്കാണ് രാഷ്ട്രീയമുള്ളത്. അത് തിരിച്ചറിയാത്ത നമ്മുടെ കൂട്ടത്തിൽ തിരിച്ചറിയാത്തവരുണ്ടെങ്കിൽ അവർക്കാണ് രാഷ്ട്രീയം എന്താണെന്ന് തിരിയാത്തത് എന്നാണ് എൻ്റെ അഭിപ്രായം. ഇടവേളയ്ക്ക് ശേഷം UGS Gold